ഇവളിപ്പോ വെൽക്കം ചെയ്യണ്ട. വെൽക്കം ഒന്നും വേണ്ട. ടെൻഷൻ. ഇതൊക്കെ റെക്കോർഡിംഗ് ആണല്ലോ. ഓക്കെ. ഹായ് ഓൾ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് അഞ്ജന ബി ആണ്. 2025 സിവിൽ സർവീസ് എക്സാമിനേഷനിൽ 222ാമത്തെ റാങ്കാണ് അഞ്ജന കരസ്ഥമാക്കിയിട്ടുള്ളത്. അഞ്ജന നമ്മുടെ മെയിൻസ് ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാമിലെ സ്റ്റുഡൻ്റ് ആണ് ആൻഡ് ഓൾസോ നമ്മുടെ ഇവിടെ ഒരു ഫാക്കൽറ്റി ഓൾസോ ആണ്. എസ് എന്ന് പറയുന്ന ആ ഒരു പേപ്പർ ഹാൻഡിൽ ചെയ്യുന്നത് അഞ്ജനയാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റ്സ് അഞ്ജന. താങ്ക് യു സർ. അഞ്ജന അമൃത IAS ആയിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് കൈൻഡ് ഓഫ് ഒരു 1 year കൂടുതലായിട്ടുണ്ടല്ലോ. സോ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഷുവർ. ഞാൻ ആദ്യമായിട്ട് അമൃതയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് മെയിൻസ് ടെസ്റ്റ് സീരീസിൻ്റെ സമയത്താണ്. അപ്പോൾ ഇവിടെ നിന്നുള്ള വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ആൻസർ റൈറ്റിംഗ് പ്രോഗ്രാംസും ടെസ്റ്റും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ടെസ്റ്റ് സീരീസ് ആണെങ്കിൽ വളരെയധികം ഫ്ലെക്സിബിൾ ആയിരുന്നു. ഞാൻ എഴുതി കൊടുക്കുന്ന ആൻസേഴ്സിന് വളരെ പെട്ടെന്ന് തന്നെ ഫീഡ്ബാക്സ് കിട്ടുകയും ചെയ്യുമായിരുന്നു. ഇപ്പോൾ മെൻറ്റേഴ്സ് ലൈക്ക് അക്ഷയ് രാജ്, അക്ഷയ് ദിലീപ് ഒക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആയിരുന്നു ത്രൂ ദിയർ ഫീഡ്ബാക്സ് ആൻഡ് ഇൻട്രാക്റ്റീവ് സെഷൻസ്. ആൻഡ് മെയിൻസിന് ശേഷം പിന്നീടാണ് ഇവിടെ എസ്സേയുടെ ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്യാൻ സാധിച്ചത്. അതും ഭയങ്കര ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എസ്സേ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റ് കൂടിയാണ്. അപ്പോൾ അതിന് ഷെയർ ചെയ്യാനും അത് കുട്ടികളെ ഗൈഡ് ചെയ്യാനും ഒക്കെ പറ്റിയത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് കാണുന്നത്. ആൻഡ് അതേപോലെ തന്നെ ഇവിടെ മെൻറ്ററായിട്ടും കൂടി ഇപ്പോൾ കുറച്ച് നാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അഗെയിൻ ദാറ്റ് ഈസ് ഓൾസോ വെരി ഫുൾഫില്ലിങ് എക്സ്പീരിയൻസ്. അപ്പം അമൃത ഓവറോൾ ആസ് എൻ ഇക്കോസിസ്റ്റം എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ലൊരു കോഡിയൽ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ ഫുൾ. ഇപ്പം നമ്മൾ സ്റ്റാഫ് തമ്മിലായാലും നോൺ ടീച്ചിങ് സ്റ്റാഫ് തമ്മിലായാലും സ്റ്റുഡൻസ് ആയിട്ടാണെങ്കിലും ഒക്കെ ഒരു നല്ലൊരു കോഡിയൽ എൻവയൺമെൻ്റ് ആണ് ഇതിനകത്ത്. സോ ഇറ്റ്സ് എ വെരി ഗുഡ് എക്സ്പീരിയൻസ് ടു ബി ഹിയർ. അഞ്ജനയുടെ ഇൻ്റർവ്യൂ മെൻറ്റർഷിപ്പ് പ്രോഗ്രാം നമ്മുടെ അമൃത IASൽ ഐ തിങ്ക് 2 ഇൻ്റർവ്യൂസും ദെൻ നമ്മുടെ ആദർ സാറുമായിട്ടുള്ള ഡിസ്കഷൻസും ആണ് ഒരുപാട് ഇമ്പാക്ട്ഫുൾ ആയതെന്ന് കേട്ടിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ഈ ഒരു സെയിം ഹാളിലിരുന്നാണ് പാർവതി മാം അഞ്ജനയോട് പറഞ്ഞത് യു വിൽ ഹാവ് എ ബ്ലോക്ക് ബസ്റ്റർ ഇൻ്റർവ്യൂ. ആൻഡ് ഐ തിങ്ക് യു ഹാഡ് എ ബ്ലോക്ക് ബസ്റ്റർ ഇൻ്റർവ്യൂ ഓൾസോ വിത്ത് മോർ ദാൻ 220 മാർക്സ് യു സ്കോർഡ്, റൈറ്റ്? സോ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് നമ്മുടെ ഇവിടെയുള്ള സ്റ്റുഡൻസിന് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുമോ? ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഫേസ് വളരെയധികം എൻജോയബിൾ ആയിട്ടുള്ള ഒന്നായിരുന്നു. ലൈക്ക് യു സെഡ്, ഇതേ റൂമിലിരുന്നിട്ട് 2 മോക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ആദ്യത്തേത് ഐ തിങ്ക് ജാൻ ഫസ്റ്റ് വീക്കായിട്ട് ആൻഡ് രണ്ടാമത്തേത് ആയപ്പോഴത്തേക്കും ഫെബ്രുവരി ഫസ്റ്റ് വീക്കൊക്കെ ആയി സമയത്തും. വളരെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ടിലും ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ചധികം പെട്ടെന്നായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നത്. എൻ്റെ പോയിൻറ്റ്സ് അത്രയധികം ക്രിസ്പായിരുന്നില്ല. സെൻറ്റൻസസ് ഒക്കെ പലതും ലോങ് വൺസ് ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നുള്ളൊക്കെ ഫീഡ്ബാക്സ് ഉൾക്കൊണ്ട് അടുത്ത ഇൻ്റർവ്യൂ വന്നപ്പോഴത്തേക്കും കുറേയും കൂടി ക്രിസ്പായിട്ടും സ്ട്രക്ചേർഡ് ആയിട്ടും ഓർഗനൈസ്ഡ് ആയിട്ടും ഒക്കെ എൻ്റെ അഭിപ്രായങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു ട്രാൻസിഷൻ എനേബിൾ ചെയ്തത് ടു എ വെരി ഗുഡ് എക്സ്റ്റെൻറ്റ് ഇവിടെ ആദർശം ഞാനും കൂടിയിട്ടുള്ള 1-on-1s, നമ്മൾ തമ്മിലുള്ള ഡിസ്കഷൻസ്, കുറേ റാൻഡം ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്യുന്നതും ഒക്കെയാണ്. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഓവറോൾ. നമ്മുടെ പാനൽ മെമ്പേഴ്സുമായിട്ട് 1-on-1s എടുത്തിട്ടുണ്ടായിരുന്നോ? യെസ് സർ. കുറച്ച് പാനൽ മെമ്പേഴ്സായിട്ട് 1-on-1 സെഷൻസും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഡോക്ടർ അരുൺ ബി നായർ, അതേപോലെ മോഹൻ കുമാർ സർ IAS, ഇവരൊക്കെ ആയിട്ടുള്ള സെഷൻസ് എൻ്റെ കോണ്ടൻറ്റ് എൻറിച്ച് ചെയ്യാനും അതേപോലെ തന്നെ പ്രസൻറ്റേഷൻ സ്റ്റൈൽ ഒന്നുകൂടി റിഫൈൻ ചെയ്യാനും ഓർഗനൈസ്ഡ് ആയിട്ട് എങ്ങനെ ഐഡിയാസ് പ്രസൻറ്റ് ചെയ്യാം എന്നുള്ളതിലൊക്കെ ഇൻപുട്സ് തരാനായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. അഞ്ജന വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. സോ സ്കൂളിംഗ് അല്ലെങ്കിൽ കോളേജസ് ഈ ഒരു ടൈം എങ്ങനെയാണ് ഈ ഒരു കോൺഫിഡൻസ് ബിൽഡിങ്ങിന് അഞ്ജനയെ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? സ്കൂൾ, കോളേജ് എല്ലാവരുടെ അപ്ബ്രിങ്ങിങ്ങിലും വലിയൊരു റോള് വഹിക്കുന്നുണ്ടല്ലോ. സോ ഇൻ മൈ കേസ് ഡെഫിനറ്റ്ലി ഞാൻ പഠിച്ചത് സെയിൻറ്റ് ഡൊമിനിക്സ് കോൺവെൻറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു 12th വരെ. അതിനുശേഷം ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് പാലക്കാടിലായിരുന്നു എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തത്. സോ സ്കൂൾ തലത്തിലാവുമ്പം ഒരുപാട് പബ്ലിക് സ്പീക്കിംഗ് എക്സ്പോഷർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കുറേ ഓപ്പർച്യൂണിറ്റീസ് ക്യാമ്പസിനകത്തുനിന്ന് നമുക്കുണ്ടായിരുന്നു. സോ എനിക്ക് തോന്നുന്നു അതെൻ്റെ കോൺവെർസേഷൻ സ്റ്റൈൽ റിഫൈൻ ചെയ്യാനും അതേപോലെ കുറച്ച് ആൾക്കാരായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും ഒക്കെയുള്ള ഒരു കോൺഫിഡൻസും പ്രചോദനവും ഒക്കെ തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ലീഡർഷിപ്പ് റോൾസും സ്കൂളിലും കോളേജിലും വഹിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒക്കെ ആയിരിക്കണം. അഞ്ജന ഒരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാണ്. സോ ഒബ്വിയസ്ലി നമുക്ക് ഇവിടെ കാണുന്ന ഓപ്ഷണൽ സബ്ജക്ട്സ് ഒക്കെ ജനറലി ന്യൂ ആയിരിക്കും. സോ എങ്ങനെയാണ് ഒരു ഓപ്ഷണൽ ചൂസ് ചെയ്യാനുള്ള ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഫാക്ടർ ഇൻ ചെയ്തത്? സോ ആദ്യം തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തത് എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ഓപ്ഷനിലോട്ട് പോകുന്നില്ല എന്നുള്ളതായിരുന്നു. സോ നെക്സ്റ്റ് ഒബ്വിയസ് ക്വസ്റ്റ്യൻ വാസ് വാട്ട് നെക്സ്റ്റ്. സോ അതിന് വേണ്ടിയിട്ട് ഒരുപാട് ഓപ്ഷണൽസിൻ്റെ ഓറിയൻറ്റേഷൻ സെഷൻ അറ്റൻഡ് ചെയ്തായിരുന്നു. ഫോർ എക്സാമ്പിൾ മലയാളം, അതേപോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, സോഷ്യോളജി ഒക്കെ. അപ്പോൾ അതിൽ സോഷ്യോളജി എന്നുള്ളൊരു സബ്ജക്റ്റ് പെർട്ടിക്കുലർലി എനിക്ക് എന്തോ ഒരു ക്യൂരിയോസിറ്റി ഭയങ്കരമായിട്ട് തോന്നി. മേ ബി ബിക്കോസ് അതിനകത്ത് നമ്മൾ പഠിക്കുന്നതെല്ലാം വളരെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മൾ ചുറ്റും കാണുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് മാരേജ്, ഫാമിലി,
റിലിജ്യൻ, ഇതൊക്കെയാണ് സോഷ്യോളജിയിലെ ഓരോ ചാപ്റ്റർ ആയിട്ടുള്ളത്. അപ്പോൾ ഇതിനെ ഒന്ന് ഓർഗനൈസ്ഡ് ആയിട്ട് പഠിച്ചാൽ കൊള്ളാമെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ആ സമയത്ത് തോന്നിയായിരുന്നു. പക്ഷേ അഗെയിൻ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റി മാത്രം ഒരു ഓപ്ഷണൽ ചൂസ് ചെയ്യുന്നതിന് സഫീഷ്യൻ്റ് ആണെന്ന് തോന്നുന്നില്ല. സോ സോഷ്യോളജിനെ കുറിച്ച് കുറച്ചും കൂടി ഒരു ഒബ്ജക്റ്റീവ് അനാലിസിസ് ചെയ്തപ്പോഴത്തേക്കും മനസ്സിലായി ഇതൊരുപാട് സപ്പോർട്ട് സിസ്റ്റംസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനിലാണ്. നമുക്ക് കുറേ ടോപ്പേഴ്സ് കോപ്പി അവൈലബിൾ ആയിരിക്കും. ഗൈഡൻസിന് വേണ്ടിയിട്ട് ഇപ്പോൾ ട്രിവാൻഡ്രത്ത് തന്നെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവൈലബിൾ ആണ്. അപ്പം ഒരുപാട് പേര് എടുക്കുന്ന ഒരു ഓപ്ഷണൽ കൂടിയാണ്. അത്യാവശ്യം എല്ലാ വർഷങ്ങളിലും കുറേ ടോപ്പേഴ്സ് സോഷ്യോളജി വെച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട്. സോ ഐ വാസ് ലൈക്ക് വൈ നോട്ട് ഗോ ഫോർ സോഷ്യോളജി. അങ്ങനെ ക്ലാസ്സസ് എടുത്തു തുടങ്ങി. ആ ഒരു കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് റിവാർഡ് ചെയ്തു എന്ന് തോന്നുന്നു അല്ലേ? യെസ്, തീർച്ചയായിട്ടും. ഈ ഒരു ജേണി എപ്പോഴും നമുക്ക് വളരെ ലോങ് ആയിട്ടുള്ളൊരു ജേണിയാണ് UPSC. ഇറ്റ്സ് യുവർ 4th attempt, റൈറ്റ്? സോ ഇത്രയും നമുക്ക് സസ്റ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വി നീഡ് സപ്പോർട്ട്. അതിൽ ഫാമിലിയും ഫ്രണ്ട്സും അഞ്ജനനെ എത്രമാത്രം, ഐ ഹാവ് സീൻ ദ പിക്ചേഴ്സ്, സോ യു പോസ്റ്റഡ് സർട്ടൻ പിക്ചേഴ്സ്. സോ എന്തുമാത്രം സപ്പോർട്ടീവ് ആയിരുന്നു അവർ? ഒരുപാട് തരത്തിൽ അവർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫാമിലി, അമ്മ, അച്ഛൻ, ചേച്ചി, ചേട്ടൻ, അതേപോലെ എൻ്റെ അമ്മയുടെ ബ്രദർ, സിസ്റ്റർ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്, എല്ലാവരും വളരെയധികം സപ്പോർട്ടീവ് ആയിരുന്നു ത്രൂ ഔട്ട് ദ പ്രോസസ്സ്. നമ്മുടെ UPSC ജേർണി വളരെ ലോങ് ആവുന്നത് കൊണ്ട് തന്നെ ഓരോ അറ്റംപ്റ്റ് കഴിയുന്തോറും നമ്മുടെ സെൽഫ് കോൺഫിഡൻസും സെൽഫ് ബിലീഫൊക്കെ ഇങ്ങനെ കുറഞ്ഞു വരുമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഓൾമോസ്റ്റ് ക്വിറ്റ് ചെയ്യാമെന്നുള്ളതിൻ്റെ വേർജിൽ ഞാൻ എത്തി നിന്നിരുന്ന സമയത്തൊക്കെ ഇല്ല, ദിസ് ഈസ് എ ലോങ് ജേർണി, ഒരു തവണയും കൂടി നമുക്ക് ട്രൈ ചെയ്യാം, തോറ്റു പോകുമോ എന്ന പേടിയുണ്ട് ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ ഡ്രോപ്പ് ഔട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് എൻ്റെ ഫ്യൂവൽ ആൻഡ് ഫയർ ആയിരുന്നത് എൻ്റെ പേരൻസും ബെസ്റ്റ് ഫ്രണ്ട്സും ഒക്കെ തന്നെ ആയിരുന്നു. സോ ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു ഹാവ് ദം ഓൾ ഇൻ മൈ ലൈഫ്. ആൻഡ് ഇൻ എ വേ ഐ തിങ്ക് ഇറ്റ്സ് എ പ്രിവിലേജ് ടു ഈ ഒരു 4 വർഷമായിട്ടും ഒരു തരത്തിലുള്ള പ്രഷേഴ്സും അതൊന്നും എനിക്ക് അറിയേണ്ടി വന്നിട്ടില്ല. ഓൾ താങ്ക്സ് ടു മൈ പേരൻസ്, എസ്പെഷ്യലി മൈ അമ്മ. ഓക്കെ, ഗ്രേറ്റ്. നമ്മുടെ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ യൂഷ്വലി എല്ലാവരും പറയാറുണ്ട് നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻസ് വരികയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ നോ. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒബിയസ്ലി നമ്മുടെ ഇൻ്റർവ്യൂവിൽ വന്നിട്ടുണ്ടാവും അല്ലേ? യെസ്, ഡെഫിനറ്റ്ലി. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ആൻസർ പറയാൻ വേണ്ടി ബോർഡ് ഇൻസിസ്റ്റ് ചെയ്യുന്നു, ദെൻ യു ഹാവ് ടു ആൻസർ ദ സിറ്റുവേഷൻ. യെസ് സർ, അങ്ങനത്തെ ഒരു സിമിലർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പാനൽ മെമ്പർ എൻ്റെ അടുത്ത് പേട്രിയോട്ടിസത്തിൻ്റെയും നേഷണലിസത്തിൻ്റെയും ഡിഫറൻസ് പറയാനായിട്ട് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഐ വാസ് നോട്ട് വെരി ഷുവർ അബൌട്ട് ഇറ്റ്. ഐ ന്യൂ വേഗ്ലി വാട്ട് ദോസ് ടേംസ് മീൻ, പക്ഷേ ഐ വാസ് നോട്ട് ഷുവർ അബൌട്ട് ദി എക്സാക്ട് തിങ് ആ സമയത്ത്. പിന്നെ എനിക്ക് ബ്ലഫ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ആ സമയത്ത് ലിമിറ്റഡ് ആയിരുന്നു, മെയിൻലി ബിക്കോസ് ദർസ് എ ലെഫ്റ്റനന്റ് ജനറൽ സിറ്റിംഗ് റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മീ ആൻഡ് ദർസ് നോ വേ ഐ എം ഗോണ ബ്ലഫ് അബൌട്ട് പേട്രിയോട്ടിസം ആൻഡ് നേഷണലിസം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു, സർ റൈറ്റ് നൗ ഐ കനോട്ട് പോയിന്റ് ഔട്ട് ദി എക്സാക്ട് ഡിഫറൻസസ്, ഐ റീഡ് മോർ, അങ്ങനെ എന്തോ. അപ്പോൾ സർ സ്റ്റിൽ പറഞ്ഞു ടേക്ക് എ ചാൻസ്, പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വളരെ ജനറിക്കായിട്ട് ഒരു ആൻസർ പറഞ്ഞൊന്ന് മാനേജ് ചെയ്യാൻ നോക്കി. പിന്നെ ലക്കിലി ഇൻ മൈ ഫേവർ സർ അതിൽ നിന്ന് ഒരു ഡിസ്കഷൻ വേറൊരു കോണ്ടെക്സ്റ്റിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്തു. സോ ബട്ട് നൺദലെസ് പ്രശ്നങ്ങളൊന്നും പറയാതെ ഒന്ന് സേഫായിട്ട് അത് ഡോട്ട് ചെയ്യുക എന്നുള്ളത് വാസ് സ്ലൈറ്റ്ലി ട്രിക്കി ഇൻ്റർവ്യൂയുടെ സമയത്ത് ആ ഹാളിനകത്തിരുന്നിട്ട്. ഓക്കെ, ബട്ട് സ്റ്റിൽ ഐ തിങ്ക് യു മാനേജ് പെർഫെക്റ്റ്ലി. കാരണം ഇത്രയും മാർക്സ് കിട്ടിയിട്ടുണ്ട്. സോ ദാറ്റ് മീൻസ് അതൊരു നല്ലൊരു രീതിയായിരുന്നു, അല്ലെങ്കിൽ നല്ലൊരു മെത്തേഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഇൻ ദ ഹൈൻഡ്സൈറ്റ് യെസ്, അങ്ങനെ തോന്നുന്നു. അഞ്ജന സ്കൂൾ ടോപ്പർ, കോളേജ് ടോപ്പർ, അതുപോലെ കുറേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ സിവിൽ സർവീസ് കോച്ചിങ്ങിലേക്ക് വരുന്നത്. ദെൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അത്രയും നമുക്കൊരു സക്സസ്ഫുൾ ആവാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ആയിരുന്നില്ല അറ്റംപ്റ്റ് പോയത്. സോ എങ്ങനെയാണ് ആ ഒരു സമയത്ത് അതിനെ ഹാൻഡിൽ ചെയ്തതും ദെൻ എന്തൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ്സ് ആണ് അഞ്ജന പ്രിപ്പറേഷനിൽ ചെയ്തത്? ഇമോഷണലി ആ ഒരു ഫസ്റ്റ് ഫെയിലിയറിനെ ഡീൽ ചെയ്തത് അത്ര നല്ല രീതിയിലായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ അറ്റംപ്റ്റ്സുകളിലും എനിക്കൊരു എലമെൻറ്റ് ഓഫ് സെൽഫ് ഡൗട്ട് എപ്പോഴും ഉണ്ടായിരുന്നു, ഇപ്പോൾ മെയിൻസിൻ്റെ സമയത്തായിട്ടൊക്കെ പ്രത്യേകിച്ച്. പക്ഷേ അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒബ്ജക്റ്റീവ്ലി എന്തുകൊണ്ടാണ് ഫെയിൽ ചെയ്തതെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, അതിന് സൊല്യൂഷൻസ് കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രിലിംസിൻ്റെ കോണ്ടെക്സ്റ്റിലാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെയധികം ആദ്യം ഫോക്കസ് ചെയ്തിരുന്നത് വാസ് ടു അക്യുമുലേറ്റ് മോർ ആൻഡ് മോർ കോണ്ടൻറ്റ്. ടെസ്റ്റ് ചെയ്യാനായിട്ട് അത്രയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഐ തോട്ട് ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ട് അറ്റൻഡ് ചെയ്യേണ്ട ഒരു എക്സാം ആണ് ഇത് എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ആയിരുന്നു. പക്ഷേ പിന്നീടാണ് മനസ്സിലായത് ദാറ്റ് നമുക്ക് അറിയുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള നോളജിനെ എങ്ങനെ ലോജിക്കലിയും കോമൺ സെൻസിക്കൽ അനാലിസിസ് ഒക്കെ വെച്ചിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസ് എന്നുള്ളതാണ് ഒരു റൈറ്റ് അപ്രോച്ച് ടു ഡീലിംഗ് വിത്ത് പ്രിലിംസ് എന്നുള്ളത്. അതേപോലെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ ക്ലാസ്സസ് എടുത്തുകൊണ്ടിരുന്നതൊക്കെ ഓൺലൈൻ ആയിട്ടായിരുന്നു. ഒരു സോഷ്യൽ സിസ്റ്റം ഒന്നും ഉണ്ടായിരുന്നില്ല, എസ്പെഷ്യലി അമംഗ് ദി ആസ്പിരൻറ്റ് കമ്മ്യൂണിറ്റീസ് ആ സമയത്ത്. സോ പിന്നീടാണ് ട്രിവാൻഡ്രത്തോട്ട് മൂവ് ചെയ്യുന്നതും ഒരു പിയർ ഗ്രൂപ്പിനെ കണ്ടെത്തുന്നതും ഒക്കെ. സോ അങ്ങനെ പതിയെ ആ ഫെയിലിയർ എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കി എന്നിട്ട് അതിനെ ഓവർകം ചെയ്യാൻ നോക്കി. പ്രിലിംസ് പിന്നീട് അങ്ങോട്ടൊക്കെ കുഴപ്പമില്ലാതെ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു.
നമുക്ക് ആക്ച്വലി ഒരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല അഞ്ജന ക്ലിയർ ചെയ്യുന്നുള്ളതിൽ. കാരണം അഞ്ജനയുടെ മെയിൻസ് വാല്യുവേഷൻസ് ചെയ്തപ്പം അക്ഷയ് ദിലീപ് വിളിച്ചു ചോദിച്ചത് എങ്ങനെയാണ്, ഏതായി കുട്ടി വളരെ നന്നായിട്ടാണ് എഴുതിയിരിക്കുന്നത്, എന്തായാലും ഇൻ്റർവ്യൂ കോൾ കിട്ടും, ദെൻ അവിടെ എങ്ങനെ പെർഫോം ചെയ്യുന്നു അതിനനുസരിച്ചായിരിക്കും റിസൾട്ട് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റീസെൻ്റ്ലി നമുക്ക് UPSC പ്രിപ്പറേഷനിൽ വലിയൊരു ചേഞ്ചായിട്ട് AI വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപാട് എക്സസീവായിട്ട് AI യൂസ് ചെയ്യുന്നതായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. സോ എങ്ങനെ നമുക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ട് AI-നെ UPSC പ്രിപ്പറേഷനിൽ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും? സോ ഐ തിങ്ക് ഒരു ബാലൻസ്ഡ് ആയിട്ട് AI-നെ യൂസ് ചെയ്യുക ഫോർ UPSC പ്രിപ്പറേഷൻ വുഡ് മീൻ AI-യുടെ പ്രോസും കോൺസും കറക്റ്റായി മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചിട്ട് നമ്മുടെ പ്രിപ്പറേഷൻസ് അലൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം ബെനഫിഷ്യലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ മെയിൻസിൻ്റെ സമയത്താണെന്നുണ്ടെങ്കിൽ ഒരുപാട് യുണീക്ക് ആയിട്ടുള്ള എക്സാമ്പിൾസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ വലിയ വലിയ ആർട്ടിക്കിൾസിനെ ഒന്ന് സമ്മറൈസ് ചെയ്തിട്ട് ക്രിസ്പായിട്ടുള്ള നോട്ട്സ് അതിൽ നിന്നും കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ടൈം ക്രഞ്ചുള്ള ഒരുപാട് അവസരങ്ങളിൽ ഇത് വളരെയധികം ബെനഫിഷ്യൽ ആകും. പിന്നെ ഐ ഹവ് ഓൾസോ ഹേർഡ് ദർ ആർ AI ടൂൾസ് അവൈലബിൾ ഫോർ ആൻസർ ഇവാലുവേഷൻ, ഇൻ്റർവ്യൂ പ്രിപ്പറേഷന് നമ്മളുടെ ആൻസേഴ്സിൻ്റെ ക്വാളിറ്റി അനലൈസ് ചെയ്ത് തരാനൊക്കെ ആയിട്ട്. സോ ദിസ് ക്യാൻ ഓൾ ബി യൂസ്ഡ് ഇൻ എ ഗുഡ് ലൈറ്റ്. പക്ഷേ ഓൺ ദി അതർ സൈഡ് നമ്മളെപ്പോഴും മൈൻഡ്ഫുൾ ആയിരിക്കണം ദാറ്റ് എല്ലാ ചെറിയ കാര്യത്തിനും നമ്മളൊരു ChatGPT പ്രോംപ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എബിലിറ്റിയും മെൻ്റൽ അലേർട്ട്നെസ്സും ഒക്കെ ഓവർ ടൈം ഡിക്രീസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു കോഗ്നിറ്റീവ് എട്രോഫി എന്നുള്ള ഒരു റിയാലിറ്റീനെ കൂടി അറ്റ് ദ ബാക്ക് ഓഫ് അവർ ഹെഡ് എപ്പോഴും വെച്ചിട്ട് വേണം AI-നെ യൂസ് ചെയ്യാൻ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ വി ക്യാൻ ബാലൻസ് ഇറ്റ് ഔട്ട്. AI ക്യാൻ ബി എ ഗുഡ് ടൂൾ. പക്ഷേ നമ്മളുടെ ആക്റ്റീവ് റീകോൾ, മെമ്മറി ടെസ്റ്റിംഗ് അതിനെയൊക്കെ മാറ്റി നിർത്തിയിട്ട് ChatGPT എന്നുള്ള പോലുള്ള AI ടൂൾസിനെ ഒരു ഷോർട്ട് കട്ടായിട്ട് എപ്പോഴും യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ദ ലോങ് റൺ ഇറ്റ് മൈറ്റ് നോട്ട് ടേൺ ഔട്ട് വെൽ എന്നാണ് തോന്നിയിട്ടുള്ളത്. എക്സാക്ട്ലി. നമ്മളിത് ക്ലാസ്സിലും ഒരുപാട് നമ്മുടെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു എക്സസീവ് യൂസ് അവോയ്ഡ് ചെയ്യണം എന്നുള്ളത്. ആൻഡ് ഓൾസോ എറേഴ്സ് ആർ ഓൾസോ ദർ. സോ ആ ഒരു ക്രോസ് വെരിഫൈ ചെയ്യാനുള്ളൊരു ആറ്റിറ്റ്യൂഡും കൂടി നമ്മൾ കാണിക്കുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു അറ്റംപ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. സോ ഒബ്വിയസ്ലി യു വിൽ ബി ഹാപ്പി. ബട്ട് ഇനി അങ്ങോട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഒബ്വിയസ്ലി കുറച്ചും കൂടി വലുതാണ്. ഈ ഒരു ജനറലി ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പ്രിപ്പറേഷൻ ഫേസ് എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഓഫീസർ ലൈഫും കണ്ടിന്യൂ ചെയ്യുന്നത്, ഓർ ഈവൻ അതിലും കുറച്ചും കൂടിയും tedious ആയിരിക്കും എന്ന് കേട്ടിട്ടുണ്ട്. സോ ഹൗ യു ഫീൽ, ഓർ എന്താണ് എക്സ്പെക്റ്റേഷൻസ് അതിനെ പറ്റി? ലൈക്ക് ആസ് ഓഫ് നൗ ഒരുപാട് വർഷങ്ങളുടെ ഒരു എഫേർട്ട് ഒരു ഹാപ്പി എൻഡിങ് കിട്ടി എന്നുള്ളതിൻ്റെ ഒരു സന്തോഷമുണ്ട്. അതിലുപരി ആശ്വാസമുണ്ട്, സമാധാനമുണ്ട് ദാറ്റ് ഈ ഒരു വിശ്വ സൈക്കിളിൽ നിന്നൊന്ന് പുറത്ത് കിടക്കാൻ പറ്റുവാണ് എന്നുള്ളത്. ബട്ട് അതിനപ്പുറത്തായിട്ട് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ പേര് വരിക എന്നുള്ളതിനെ ഞാൻ നോക്കിക്കാണുന്നത് ഇസ് ഓൺലി എ ബിഗിനിങ് ടുവേർഡ് സംതിങ് ലാർജർ. ഇനി അങ്ങോട്ടാണ് റിയൽ എക്സാമിനേഷൻസ് ഉള്ളത്. ടു ബി എ ഗുഡ് ഓഫീസർ, ടു ബി എ കൈൻഡ് പേഴ്സൺ, ടു ബി എൻ ഓണസ്റ്റ് എത്തിക്കൽ പേഴ്സൺ പീപ്പിൾ ക്യാൻ അപ്രോച്ച് ടു. അപ്പം ആ രീതിയിൽ നല്ല രീതിയിൽ സർവീസ് ചെയ്യാൻ പറ്റുന്ന ഒരാളായി മാറണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പം അതിലോട്ട് എത്താൻ സാധിക്കണം എന്നാണ് പ്രതീക്ഷയും. നമ്മൾ അതിനുള്ള എല്ലാ വിഷസും ഓൺ ദി സൈഡ് ഓഫ് അമൃത IAS അക്കാഡമി ആൻഡ് പേഴ്സണലി ഫ്രം എൻ്റെ സൈഡിൽ നിന്ന് ഓൾസോ ഓൾ ദി ബെസ്റ്റ് അഞ്ജന. വളരെ നല്ലൊരു ഓഫീസറായിട്ട് ഈ നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നടക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ്. Thank you so much, sir. It was such a nice interaction. Thank you.